വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു മഷ്റൂം ചീസ് ഓംലെറ്റ് ഉണ്ടാക്കുന്നത് കാണാം. മഷ്റൂം ചീസ് ഓംലെറ്റിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് മഷ്റൂമിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു പാൻ ഹീറ്റ് ചെയ്യാം. അതിലേക്ക് 2 ടീസ്പൂൺ ബട്ടർ, 2 ടീസ്പൂൺ തന്നെ ഓയിൽ. ഞാൻ യൂസ് ചെയ്തത് സൺഫ്ലവർ ഓയിലാണ്. ബട്ടറും ഓയിലും നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, അതിനൊപ്പം തന്നെ ഒരു ചെറിയ പച്ചമുളക് ചോപ്പ് ചെയ്തത്, ഗാർലിക്ക് ബട്ടറിലേക്ക് ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് വരിക. ഗാർലിക്കും ചില്ലി ഇട്ട് നല്ലൊരു മണം വന്ന് കഴിയുമ്പോൾ നമുക്കിതിനകത്തേക്ക് സവോള, ഒരു അണിയൻ, ഒരു വലിയ അണിയൻ ഫൈനായിട്ട് ചോപ്പ് ചെയ്തതാണ്, അണിയൻസ് ഇടുമ്പോൾ എപ്പോഴും ഒരു പിഞ്ച് ഓഫ് സോൾട്ട്, അണിയൻസ് നന്നായിട്ട് സോഫ്റ്റ് ആകുന്ന വരെ കുക്ക് ചെയ്യാം. അപ്പോൾ അണിയൻസ് ഒക്കെ നന്നായിട്ട് സോഫ്റ്റായി ഈ സമയത്ത് ഒരു പിഞ്ച് ഓഫ് ചില്ലി ഫ്ലേക്സ് കൂടെ ആഡ് ചെയ്യാം. ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് ചില്ലി ഫ്ലേക്സ്. അപ്പോൾ തന്നെ മഷ്റൂംസ് 200 ഗ്രാം ബട്ടൺ മഷ്റൂംസ് ആണ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത്. അതൊരിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യാം. മഷ്റൂം പെട്ടെന്ന് ഷ്രിങ്ക് ആവും. കുറച്ച് സോൾട്ടും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ മഷ്റൂംസ് എല്ലാം റെഡിയായി, കുക്ക്ഡായി. ഇനി ഇതിലേക്ക് സോൾട്ടും പെപ്പറും ആവശ്യത്തിന് ഇടുക. ഞാൻ പിഞ്ച് ഓഫ് പെപ്പർ ഇടുന്നുള്ളൂ, ബിക്കോസ് നമ്മൾ ചില്ലി ഫ്ലേക്സ് ഇട്ടു, കുറച്ച് ചില്ലി ഇട്ടു, അതുകൊണ്ട് പിഞ്ച് ഓഫ് പെപ്പർ ആഡ് ചെയ്തു. ഇനി കുറച്ച് പാഴ്സ്ലി, പാഴ്സ്ലി അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് മല്ലിയില യൂസ് ചെയ്യാം. നമ്മുടെ ഫില്ലിംഗ് റെഡിയായി, ഇത് മാറ്റി വെക്കാം. അടുത്തായിട്ട് നമുക്ക് എഗ്സ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. അതിനായിട്ട് ഒരു ബോൾ എടുത്തു, ഇവിടെ 4 മുട്ട എടുത്തേക്കുന്നത്. മുട്ടയിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, പെപ്പർ, കുറച്ച് പാഴ്സ്ലി ഇലയും കൂടി ഇടും. പാഴ്സ്ലി ഇല്ലെങ്കിൽ മല്ലിയില ഇടാം. ഇതെല്ലാം നന്നായിട്ട് ബീറ്റ് ചെയ്യുക. നല്ലൊരു സോഫ്റ്റ് ഫ്ലഫി ടെക്സ്ചർ കിട്ടാനായിട്ട് കുറച്ച് പാല്, 2 ടേബിൾ സ്പൂൺ മിൽക്കും കൂടെ ആഡ് ചെയ്യാം. പാൽ മുട്ടയിലിടുമ്പോൾ എപ്പോഴും നല്ലൊരു ടെക്സ്ചർ കിട്ടും. നമുക്കൊരു പാൻ ഹീറ്റ് ചെയ്യാം. പാനിലേക്ക് ബട്ടർ, കുറച്ച് ഓയിലും കൂടെ കൊടുക്കാം. ഇതിലേക്ക് മുട്ട ആഡ് ചെയ്യാം. നമ്മൾ ഈ മിക്സറിൻ്റെ ഹാഫ് ഒഴിക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കുക. ഇനി ഹാഫ് മഷ്റൂമിൻ്റെ ഫില്ലിങ് ഇതിനകത്തേക്ക് കൊടുക്കുക, ഒരു സൈഡിലേക്ക് കൊടുക്കുക. മുട്ട സെറ്റ് ആകുന്നതിന് മുമ്പ് ചെയ്യുക.
ഇതിലേക്ക് നന്നായിട്ട് ചീസ് കൊടുക്കാം. ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്നത് മോസറല്ല ചീസും ചെഡാർ ചീസും കൂടെ. ഓക്കെ, ഇത് നമുക്കൊരു സൈഡ് കവർ ചെയ്യാം. മുട്ട ഫുൾ കുക്ക്ഡ് അല്ല, ഹാഫായിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, ബാക്കിയുടെ കുക്ക്ഡ് ആവാനായിട്ട്. മുട്ട കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഓവറായിട്ട് കുക്ക് ചെയ്യില്ല. ഓവറായിട്ട് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ടെക്സ്ചർ മാറും, ടേസ്റ്റ് മാറും. എപ്പോഴും ലൈറ്റായിട്ട് കുക്ക് ചെയ്യാൻ പാടുള്ളൂ. ഈ സൈഡിൽ കാണുന്ന ചീസ് അൺകുക്ക്ഡ് ആയിട്ട് പോലെ തോന്നും, റോ എഗ് പോലെ തോന്നും, പക്ഷെ ചീസ് സൈഡിൽ കൂടെ ഒലിച്ച് വരുന്നേ. വേണ്ട, ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. മുട്ട സെറ്റായി. ഇവിടെ ഒരു ഓംലെറ്റ് റെഡിയായി. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല മീലായിട്ട് കഴിക്കണ 2 പേർക്കുള്ള അളവാണ് കേട്ടോ, അല്ല എങ്കിൽ 4 പേർക്ക് കഴിക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എഗ്ഗ് വെച്ചിട്ടും ചെയ്യാം. കുറച്ച് ഓയിലോ ബട്ടറോ കുറവാണെങ്കിൽ നമുക്ക് തിരിച്ചിടാൻ പ്രയാസം വരും. അതുകൊണ്ടാണ് ഓയിലും ബട്ടറും നന്നായിട്ട് ഇടുന്നത്. ബാക്കി എഗ് സെറ്റാകുന്നതിന് മുമ്പ് മഷ്റൂമിൻ്റെ ഫില്ലിംഗ് കൊടുക്കാം. like a cheese. ചീസെല്ലാം ഒന്ന് ഉരുകി വരണം. ആ ചെറിയ ചൂടിലിരുന്ന് മുട്ട ഫുള്ളായിട്ട് കുക്ക്ഡ് ആവണം. അതുവരെ ചെറിയ ഫ്ലെയിമിൽ വെക്കുക. ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ മഷ്റൂം ചീസ് ഓംലെറ്റ് റെഡിയായി. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം അതിന് ഇൻസൈഡ് കാണാനായിട്ട്. നല്ല ചീസി ഫ്ലേവറുള്ള മഷ്റൂം ഓംലെറ്റ്. ഇത് ചൂടോടെ കഴിക്കണം. അപ്പോൾ നമ്മൾ ആ ചൂടോടെ തന്നെ എടുക്കുമ്പോൾ ഓവറായിട്ട് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ചീസ് അങ്ങ് സെറ്റാവും. ചൂടോടെ കഴിക്കുമ്പോഴത്തേക്ക് നല്ല ഊസി ആയിട്ടിരിക്കും. അപ്പോൾ നല്ല ചൂടോടെ സെർവ് ചെയ്യുക. ഇത് മാറ്റി വെക്കാം. പ്ലേറ്റ് ചെയ്യാനായിട്ട് ചെയ്യുന്നത് നമ്മൾ ഇതുപോലെ ഓംലെറ്റ് വെക്കുക. 2 സ്ലൈസ് ഓഫ് ബ്രെഡ്, അതിനൊപ്പം തന്നെ ക്യൂക്കമ്പർ 2-3 സ്ലൈസ് വെക്കുക. വേണം ടൊമാറ്റോസ് കൂടെ വെക്കുക. ഇങ്ങനെ സെർവ് ചെയ്യാം. ക്യൂക്കമ്പറും ടൊമാറ്റോസും ഓണിയൻസും ഒക്കെ എൻ്റെ കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ ഈ മഷ്റൂം ചീസ് ഓംലെറ്റ് നിങ്ങളൊക്കെ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.